യൂട്യൂബിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഷവർമ പിസ്സ വളരെ സിമ്പിളായിട്ട് മാവൊന്നും കുഴച്ചെടുക്കാതെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന രുചിയാണ്. തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ തന്നെയാണ് എടുക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏറ്റവും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ചേർക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതിയാകും. കൂട്ടത്തിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഇനി അടുത്തതായിട്ട് കുറച്ച് മാത്രം ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഷവർമ കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് നല്ല സാൾട്ടഡ് ആ ഒരു വിനാഗിരിയുടെ ടേസ്റ്റിൽ കിട്ടാറുണ്ടല്ലേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുക്കുംബർ, അതുപോലെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സവാള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. ഒരിത്തിരി ഉപ്പ് ചേർക്കാം. സാധാരണ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്ത ശേഷം 6 ടേബിൾ സ്പൂൺ, നിങ്ങൾ എത്രയാണോ വിനാഗിരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചല്ലോ, അതേ സമയം തന്നെ ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സോസാണ് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ്, ഒന്നുകിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ്, ഞാൻ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അളവിൽ ആഡ് ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഒരിക്കലും കൂടി പോകരുത്, ഒത്തിരി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതിൻ്റെ രുചിയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്നുകിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒരിക്കലും ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. എന്നിട്ട് ഇതിലോട്ടേക്ക് 1 അല്ലി മാത്രം വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ആ ഒരു ഫ്ലേവർ എണ്ണയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സോസ് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൂടുതൽ സമയമൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 മിനിറ്റ് തന്നെ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും, കുറച്ച് ഡാർക്ക് ആകും, കുറച്ചുകൂടി ഒരു സ്റ്റിക്കി ആയിട്ട് ഒരു ഒട്ടി പിടിക്കുന്ന പോലെയുള്ള ഒരു പാകത്തിലോട്ടേക്ക് വരും ഇത്. അത്രമാത്രം ടൈം മാത്രമേ നമ്മളിത് ചെയ്തെടുക്കണ്ടൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിന് നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ എണ്ണ ആവശ്യമുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂൺ തുടങ്ങി 3 ടേബിൾ സ്പൂൺ എണ്ണ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരുന്നാൽ മതി. എന്നിട്ട് ചിക്കൻ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യില്ല, മുക്കിപ്പൊരിക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് 2 സൈഡ് നമുക്ക് ഷവർമയിലൊക്കെ കിട്ടുന്ന ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ വരും വേണം. ആ ഒരു രീതിയിൽ മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ നല്ലതുപോലെ കുക്കാക്കി എടുക്കുക. ചെറിയൊരു കളർ ചേഞ്ച്, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി ടിഷ്യൂ പേപ്പറിനകത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോട്ടേക്കോ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലതുപോലെ പാകമായി വന്നിട്ടുള്ളതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിനകത്ത് നമ്മൾ മാവ് കുഴച്ച് ഈസ്റ്റൊക്കെ ചേർത്ത് മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ബ്രെഡ് വെച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബേസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒന്നുകിൽ 2 മുട്ട അല്ലെങ്കിൽ 3 മുട്ട ഉപയോഗിക്കാം. ഞാനിവിടെ 3 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മുട്ടയുടെ മിക്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്ക് 2 മുട്ട ധാരാളമാണ് ഈ ഒരു കണക്കിന്. 2 മുട്ടയിലോട്ട് 1/4 കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ ഒരു ഇത്തിരി മാത്രം ഉപ്പ്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബേസ് നമ്മൾ മുന്നേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ കാണിച്ചപ്പോൾ
ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ട്രൈ ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബേസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ബേസ് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒത്തിരി 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന കാര്യം ഒരു 15-20 മിനിറ്റിനുള്ളിൽ റെഡിയാക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലെ പ്രധാന കാര്യം ബേസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വൈറ്റ് ബ്രെഡ്, നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും വാങ്ങിക്കുന്ന സാധാരണ റെഗുലർ ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കോൺ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ 9 പീസ് ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ വരുന്ന സൈഡിൽ വരുന്ന ഭാഗവും നമുക്ക് ഇതിനകത്ത് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ തന്നെ ഒരു 2-3 പീസ് 9 പീസ് തന്നെ മുഴുവനായിട്ട് വേണ്ടി വരില്ല കേട്ടോ. ഇനി ഇതുപോലെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം ഒരിത്തിരി, അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും നല്ല രീതിയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിനകത്തോട്ടേക്ക് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല ഷേപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു മുട്ട മിക്സിനകത്ത് നമ്മൾ മുക്കിയിട്ടാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഷേപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു റൗണ്ട് ബേസിലോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നിട്ട് കുറച്ച് മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ എഗ്ഗിൻ്റെ മിക്സ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ബേസാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 9 സ്ലൈസ് ബ്രെഡിനെ കൊണ്ട് തന്നെ നമുക്ക് 2 ബേസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിടുക. ഫ്ലെയിം ഒരിക്കലും നമ്മൾ കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ പോലും ഇത് വളരെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അടച്ച് വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അതായത് നമ്മുടെ തവി വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ, ശരിക്കും തിരിച്ചിടാൻ പറ്റുന്ന ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു കളർ മതി കേട്ടോ. ഇതിൽ കൂടുതൽ ഇത് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്. കാരണം നമുക്കിത് വീണ്ടും ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് മറ്റേ സൈഡ് കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ആദ്യത്തെ ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. ബാക്കി നമ്മൾ മുറിച്ചപ്പോൾ വന്ന ആ ഒരു പീസ്, ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തപ്പോൾ വന്ന പീസും ബാക്കിയുള്ള പീസൊക്കെ വെച്ചിട്ട് അടുത്ത ബേസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടി പീസസ് കണ്ടോ, നമ്മൾ മുറിച്ചപ്പോൾ വന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ വെച്ചിട്ടാണ് സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഒഴിച്ചില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഞാൻ 3 ഉപയോഗിച്ചിരുന്നു. അത് വലിയ മുട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടച്ച് വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, മുട്ടയുടെ മിക്സ് കുറച്ച് കൂടുതലായിരുന്നു. അതാണ് കുറച്ച് പുറത്തോട്ടൊക്കെ ചാടിപ്പോയത്. അപ്പോൾ നിങ്ങൾ 2 മാത്രം ഈ ഒരു അളവിലാണെങ്കിൽ 2 മുട്ട ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ ഒരു പീസൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 ബേസും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത ബേസ് അങ്ങനെ തന്നെ ഞാൻ ആ പാനിനകത്ത് വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2ൻ്റെയും കോമ്പിനേഷനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഷവർമയുടെ ഫ്ലേവറും അതുപോലെ തന്നെ പിസ്സ ഫ്ലേവറും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ബേസാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു സോസ്, പിസ്സ സോസിൻ്റെ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുത്തു. അടുത്ത് നമുക്ക് കുറച്ച് മയണൈസാണ്. അപ്പോൾ ആ മയണൈസ് അതുപോലെ സാൻഡ്വിച്ച് ഫ്ലേവർ എല്ലാം കൂടിയുള്ളൊരു കോംബോ ആണ് കേട്ടോ ശരിക്കും ഇത്. 1 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസ്, ഞാൻ ഗാർലിക് മയണൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് മയണൈസ് വേണമെങ്കിലും, ചില്ലി ഗാർലിക് ഫ്ലേവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഫ്ലേവറിനനുസരിച്ചും മയണൈസിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോൺ വെജ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് പകരം ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുക്കുംബറും ക്യാരറ്റും ക്യാപ്സിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ആ ഒരു 15 മിനിറ്റ് തന്നെ ഇത് ഈ ഒരു അളവിൽ ഇട്ട് നോക്ക്, ശരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ പിസ്സ ആകുമ്പോൾ അതിന് എപ്പോഴും ഒരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊസറല്ല ചീസ് ഉണ്ടാകണമെന്നില്ല. മൊസറല്ലക്ക് പകരം നിങ്ങൾക്ക് ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന വൈറ്റ് സോസ് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും അതുപോലെ അത് ഏത് ടൈമിലാണ് കാണിക്കുന്നതെന്നുള്ളതും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് സെക്കൻഡ് ലെയർ ബേസ് ആണ്. ചീസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്തിട്ട് സെക്കൻഡ് ലെയർ ബേസ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചീസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീസ് കയ്യിലില്ലാത്തവർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതും നല്ല ഫ്ലേവർ തന്നെയാണ് ചീസ് ചേർക്കാതെ. ഇപ്പോൾ ചീസ് ഇല്ലാത്തതാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വൈറ്റ് സോസ് എന്ന് പറയുന്നത്. ഇനി ഒറിഗാനോ നമ്മൾ കോമൺ ആയിട്ട് പിസയിൽ ഉപയോഗിക്കുന്നതാണ്. കുറേ വീഡിയോസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കാണിച്ചിട്ടുള്ളതാണ്. അതുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് നമ്മൾ ചേർക്കുന്നത് ജസ്റ്റ് നമ്മൾ ആ ഒരു പിസ്സ ഹട്ടിൽ നിന്നൊക്കെ പിസയൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ വരുന്ന ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കയ്യിലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് അഥവാ വറ്റൽമുളക് ചതച്ചതും നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു സോസും കുറച്ച് ഇങ്ങനെ എല്ലാ സൈഡിലും വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിപ്പം മുഴുവൻ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷവർമയുടെയും പിസ്സയുടെയും സാൻഡ്വിച്ചിൻ്റെ ഒക്കെ സ്റ്റൈലിലൊരു കോംബോ ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. കുറച്ച് സമയം എടുക്കും സ്റ്റൗ ടോപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ, കാരണം ചീസ് മെൽട്ടായി വരണമല്ലോ ചൂട് തട്ടിയിട്ട്. മൈക്രോവേവ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ചീസൊക്കെ മെൽട്ടായി നല്ല രീതിയിൽ സെറ്റായി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും, കാരണം നല്ല ഹെവിയാണ്. ചീസ് ഫില്ലിങ്, ചിക്കൻ, ബ്രെഡ്, മുട്ട എല്ലാം കൂടി കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല ഹെവി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു 3-4 ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ സുഖമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ചിട്ട് കൂടുതൽ അളവിലൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി മുട്ടയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മുട്ടയൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാലിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, നല്ല ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ആ ഒരു മയോണൈസ് സോസിൻ്റെ ഒക്കെ ഫില്ലിങ്സ് കൂടി ഭയങ്കര ഫ്ലേവറാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.